ഇത്തവണ മാഷാ അള്ളാ അല്ല, ഇത്തവണ ജയ് ശ്രീറാമാണ് വരുന്നത്. ഒരു ഇന്നോവയും വരും. BJPയും CPM കൂടെ ചേർന്നായിരിക്കും ആ ഇന്നോവ കൊണ്ടുവരുന്നത്. സന്ദീപ് വാര്യർ കൊല്ലപ്പെടും. ഇന്നോവ ഓടിക്കുന്നത് MP രാജേഷ് ആണെങ്കിൽ അതിന് കൊട്ടേഷൻ കൊടുക്കുന്നത് K സുരേന്ദ്രനായിരിക്കും. സന്ദീപ് വാര്യരുടെ വാചകങ്ങളാണത്. സന്ദീപ് വാര്യർ പറയുന്നു, ഇവിടെ കേരളത്തിൽ BJPയും CPMും ഒത്തുകളിക്കുകയാണ്. ഇത് കുറേ കാലം കൊണ്ട് UDF പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദമുഖങ്ങളാണ്. പക്ഷേ ഇപ്പോൾ ഇത് പറയുന്നത് കഴിഞ്ഞ ദിവസം വരെ, അതായത് 48 മണിക്കൂറുകൾക്ക് മുൻപ് വരെ BJPയുടെ നേതാവായി നമ്മളെല്ലാം കണ്ടിരുന്ന, BJPയുടെ വക്താവായി നമ്മളെല്ലാം കണ്ടിരുന്ന, BJPയുടെ കേരളത്തിലെ മുഖങ്ങളിലൊന്നായ സന്ദീപ് വാര്യരാണ്. തള്ളിക്കളയേണ്ടുന്നതാണോ എന്ന് ചിന്തിക്കണം. കഴിഞ്ഞ ദിവസം പാലക്കാട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ചില വാചകങ്ങൾ കൂടി ഞാൻ കൂട്ട് ചെയ്യാം. ചിലർ എന്നോട് ചോദിക്കുന്നു, എന്തുകൊണ്ട് BJP വിട്ട് നിങ്ങൾ CPMലേക്ക് പോയില്ല എന്ന്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് ഒരു മാറ്റമല്ല ഞാൻ ആഗ്രഹിച്ചത്. പകരം രാഹുൽ ഗാന്ധി നയിക്കുന്ന സ്നേഹത്തിന്റെ കടയിലേക്ക് കടന്നു കയറാനാണ് ഞാൻ ആഗ്രഹിച്ചത്. സർവോപലക്ഷം കോൺഗ്രസ് പ്രവർത്തകരുടെയും മുന്നിൽ നമസ്കരിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, ഗ്രാമാന്തരങ്ങളിലേക്ക് കോൺഗ്രസ് നേതൃത്വത്തിൽ ഞാൻ എത്തും. ഇവിടുത്തെ BJP CPM കൂട്ടുകച്ചവടത്തെക്കുറിച്ച് തുറന്നു പറയുമെന്ന് സന്ദീപ് വാര്യർ. അടുത്ത പ്രാവശ്യത്തെ ഒറ്റപ്പാലം സീറ്റാണ്. എന്തായാലും സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തോടു കൂടി പാലക്കാട് എന്തെങ്കിലുമൊക്കെ പ്രയോജനം കോൺഗ്രസിനുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഇല്ല എന്ന് തന്നെ. അങ്ങനെ തടയിടാനുള്ള കെൽപ്പും കരുത്തും ഒക്കെ RSSനും BJPക്കും പാലക്കാടുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ചില സത്യങ്ങളും ചില സാഹചര്യങ്ങളും. ഈ CPM BJP എന്താ പറയുക ടൈപ്പ് അതുണ്ടെങ്കിൽ അത് വലിയ അപകടകരമാണ്. നമ്മൾ കാണുന്നത് എന്താ, ഉണ്ടെങ്കിലാണ് ഞാൻ പറയുന്നത്. മതേതരത്വ ചേരിയിൽ നിൽക്കുന്ന CPM, വർഗീയ മുഖമെന്ന് അവർ തന്നെ ആരോപിക്കുന്ന BJP, ഈ രണ്ട് കക്ഷികൾ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഈ പറയപ്പെടുന്ന ഇവരുടെ രണ്ടുപേരുടെയും പല കേസുകളും നമുക്കറിയാം. കുഴൽപ്പണ കേസും അങ്ങനെ പല കേസുകൾ നമുക്കറിയാം. കരുവന്നൂർ കേസും അങ്ങനെ പല കഥകൾ പറഞ്ഞാൽ ലിസ്റ്റ് പറഞ്ഞാൽ തീരാത്തത്രം കേസുകളുണ്ട്. ഇവ തമ്മിലൊരു പരസ്പര അന്തർധാര സജീവമായിക്കൊണ്ട് ആണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് കുറേ കാലം കൊണ്ട് VD സതീശന്റെ നേതൃത്വത്തിൽ UDF ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അത് വളരെ അപകടകരമാണ്. നോക്കൂ, CPMനെ സംബന്ധിച്ചിടത്തോളം പണ്ട് ജനതാ പാർട്ടിയുടെ സപ്പോർട്ടോടുകൂടി ജയിച്ച ഒരു എം എൽ എയുടെ പേര് പിണറായി വിജയൻ എന്നാണ്. അദ്ദേഹമാണല്ലോ ഇപ്പൊ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നത്. അപ്പോൾ അവരങ്ങ് തീർത്തും അങ്ങ് BJPക്കാരെ അവഗണിക്കുന്ന കാര്യമൊന്നുമില്ല. ഇവരുടെയൊക്കെ വോട്ട് പണ്ട് വാങ്ങിയിട്ടുണ്ട്. ജനതാ പാർട്ടിയുടെ വോട്ട് വാങ്ങി തന്നെയാണ് അദ്ദേഹം പണ്ട് ഈ പറയപ്പെടുന്ന MLA ആയി മാറിയത്. സന്ദീപ് വാര്യർ ചോദിക്കുന്ന ഒരു ചോദ്യം പ്രസക്തമാണ്. ഒരാൾ ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് അവരുടെ മൗലിക അവകാശങ്ങൾ അനുസരിച്ച് ഏത് മതം സ്വീകരിക്കണം, ഏത് ആഹാരം കഴിക്കണം, ഏത് വസ്ത്രം ധരിക്കണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള മൗലികമായ അവകാശം ഓരോ പൗരനുണ്ട്. അത്തരത്തിൽ രാഷ്ട്രീയ വീക്ഷണം ഏത് വേണം, ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കണം എന്ന് തീരുമാനിക്കുവാനുള്ള അവകാശവും ആർക്കുണ്ട്? ഓരോ പൗരനുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും സന്ദീപ് വാര്യർക്ക് ഈ പറയപ്പെടുന്ന BJP വിട്ട് കോൺഗ്രസിലേക്ക് പോകുവാനുള്ള മൗലികമായ എല്ലാ അവകാശങ്ങളുമുണ്ട്. പക്ഷെ പോയ സാഹചര്യം ഏതെന്ന് സന്ദീപ് വാര്യർ ഓർക്കുന്നില്ല. താൻ ഇന്നലെ വരെ പ്രവർത്തിച്ച പാർട്ടിയിൽ, അല്ലെങ്കിൽ എന്തിനാണ് C കൃഷ്ണകുമാർ അവിടെ സ്ഥാനാർത്ഥിയായി ഒരു പരിധി വരെ അവിടെ ഇലക്ഷൻ പ്രവർത്തനങ്ങളിൽ നിന്ന് ഞാൻ സന്ദീപ് വാര്യരുടെ ബൈറ്റ് എടുത്താളാണ്. ഞാൻ നീട്ടിയ മൈക്കിന് മുന്നിലാണ് ഈ പറയപ്പെടുന്ന സന്ദീപ് വാര്യർ അത് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് സന്ദീപ് വാര്യർക്ക് ഒരു ദിവസം കൊണ്ട് എല്ലാ ആദർശങ്ങളും കളയാൻ സാധിച്ചത് എന്ന ചോദ്യം ബാക്കി നിൽക്കുമ്പോൾ, ഇന്നലെ വരെ സന്ദീപ് നല്ലവനാണ്, സന്ദീപ് CPMലേക്ക് വന്നാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞ AK ബാലനെ പോലെയുള്ള ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർക്ക് സന്ദീപ് വാര്യർ ഒറ്റ നിമിഷം കൊണ്ട് വെറുക്കപ്പെട്ടവരാവുകയാണ്. സന്ദീപ് വാര്യർ നീ ആരാടാ എടാ പോടാന്നൊക്കെ വിളിച്ച ജ്യോതികുമാർ ചാമക്കാലയും. പക്ഷേ അവർ തമ്മിലൊരു ബന്ധത്തെക്കുറിച്ച് ഞാൻ പണ്ട് സന്ദീപ് വാര്യർ ഇന്റർവ്യൂ എടുക്കാൻ പോയപ്പോൾ ഞാൻ പത്തനാപുരത്തുകാരനാണ്, ജ്യോതികുമാർ ചാമക്കാലയോട്ട് എനിക്ക് അടുത്ത ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കിയ സന്ദീപ് വാര്യനോട് എനിക്ക് അദ്ദേഹത്തിനോട് എതിർപ്പൊന്നുമില്ല കേട്ടോ. അദ്ദേഹം പല ചർച്ചയിലും വിളിക്കുമ്പോൾ ഞാനാണെന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു മാറുന്നതാണോ എന്ന് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. തിരിച്ച് ഞാൻ ഈ വിഷയം ജ്യോതികുമാർ ചാമക്കാലയോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ചർച്ചക്കിടയിൽ സംഭവിക്കുന്നതല്ലേടാ, അതിനിപ്പോൾ എന്താ. പിന്നെ ഈ റിപ്പോർട്ടറിന്റെയും 24ന്റെ ഒക്കെ ഈ അവതാരകരെയും ഈ പറയപ്പെടുന്ന ചാനൽ ചർച്ചയ്ക്ക് വരുന്നവരെ ഇരുത്തുന്ന പരിപാടികളിലൊക്കെ ഇവർ പരസ്പരം വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്നതും തగ్గടിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ചുരുക്കം പറഞ്ഞാൽ ഈ പറയപ്പെടുന്ന ഇദ്ദേഹം അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ എത്രയും പെട്ടെന്ന് കോൺഗ്രസ്സുകാർക്ക് സന്ദീപ് വാര്യർ ഭയങ്കര പ്രിയപ്പെട്ടവരാകും. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് തന്നെയേ. നോക്കൂ, സരിൻ പാർട്ടി വിട്ടു പോയപ്പോൾ സരിൻ എന്തുകൊണ്ടാണ് പാർട്ടി വിട്ടുപോയെ? പാലക്കാട് നിന്നുള്ള ഒരാളെ അവിടെ സീറ്റ് കൊടുത്തില്ല. സരിന് ആഗ്രഹം ഉണ്ടായിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവന്നു, ഷാഫിക്ക് പകരം രാഹുൽ മാങ്കൂട്ടം. സരിന് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് അവിടുത്തെ എല്ലാ പാർട്ടിക്കാർക്കും അതിനകത്ത് എതിർപ്പുണ്ടാവും. പക്ഷെ ഒരു സംഘടനാ സംവിധാനത്തിൽ ഒന്നിച്ചു പോവാ. VK ശ്രീകണ്ഠൻ എതിർപ്പുണ്ടാവില്ലേ, VT ബലറാമിന് എതിർപ്പുണ്ടാവില്ലേ, അവിടെ പുതിയൊരുത്തരെ കൊണ്ട് വെക്കല്ലേ ഇവരുടെയൊക്കെ തട്ടകത്തിലേക്ക്. അപ്പൊ സ്വാഭാവികമായിട്ടും സരിൻ അത് പരസ്യമായി തുറന്നു പറഞ്ഞു, സരിൻ നിലപാട് പറഞ്ഞു, സരിൻ പാർട്ടിയിൽ നിന്ന് പുറത്തായി, സരിൻ അവർ സ്ഥാനാർത്ഥിയായി. സരിൻ പോയത് എങ്ങോട്ടാണ് ഈ പറഞ്ഞിട്ട് അത് അബദ്ധമായി പോയി എന്നൊരു ധാരണ എനിക്കുമുണ്ട്, ഞാനത് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പറയപ്പെടുന്ന സരിൻ പോയപ്പോൾ സരിൻ്റെ തന്തയ്ക്കും വിളിച്ച്, സരിൻ്റെ തള്ളയ്ക്കും വിളിച്ച്, സരിനെ തെറിയും പറഞ്ഞ് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടവർ, അവസരവാദി എന്ന് വിളിച്ചവർ,
അവർ തന്നെ 5 ദിവസങ്ങളോ 10 ദിവസങ്ങളോ 20 ദിവസങ്ങളോ കഴിയുമ്പോൾ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വരുമ്പോൾ ദാ നിലപാടിന്റെ രാജകുമാരൻ വന്നിരിക്കുന്നു. അപ്പൊ ഈ സരിൻ ചെയ്ത് തന്നെയല്ലേ സന്ദീപ് വാര്യർ ചെയ്തത്? ഇതെന്താ ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാരോ ഈ പ്രവർത്തകരോ മനസ്സിലാക്കാത്തത്? എന്റെ ചോദ്യം അവിടെയാണ്. അല്ലെങ്കിൽ പിന്നെ പാർട്ടി വിട്ടു പോകുമ്പോൾ ചാണ്ടി ഉമ്മൻ നയം സ്വീകരിക്കണം. ചാണ്ടി ഉമ്മൻ നയം എന്ന് പറഞ്ഞാൽ പത്മജ വേണുഗോപാലും അനിൽ ആന്റണിയും ഒക്കെ കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് പോയപ്പോൾ ചാണ്ടി ഉമ്മന്റെ ഇതൊരു ബൈറ്റ് എടുക്കാൻ ചെന്ന മാധ്യമപ്രവർത്തകർ ചാണ്ടി ഉമ്മൻ പക്വതയോട് പറഞ്ഞത് എന്താ? അവർ ഈ പാർട്ടിയിൽ നിന്നാൽ പാർട്ടിക്ക് ഗുണമില്ല. കാരണം എന്താ? മനസ്സും അടുത്തൊരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച് അതൊരു പാർട്ടിക്ക് ഗുണമില്ല, അവർക്ക് ഗുണമില്ല. അവരെ ഒതുക്കാനല്ലേ ശ്രമിക്കുക. അവര് വിമത ചേരിയാണ്, അവരെ ഒതുക്കാനാണ് പ്രബല ചേരി ചിന്തിക്കുക. പിന്നെ എന്തിനാണ് അവരിവിടെ നിൽക്കുന്നത്? അവർ ആ പാർട്ടിയിൽ പോയാൽ അവർക്കും ഗുണമുണ്ട്, ആ പാർട്ടിക്കും ഗുണമുണ്ട്, അതുകൊണ്ട് ഈ പാർട്ടിക്കും ഗുണമുണ്ട്. അതുകൊണ്ട് പൊക്കോട്ടെ, പോകുന്നവർ പൊക്കോട്ടെ. ചാണ്ടി ഉമ്മൻ സിമ്പിളായി പറഞ്ഞു. അത് ചാണ്ടി ഉമ്മനെയും ഇവരെ അനുകൂലിച്ചു, ചാണ്ടി ഉമ്മനും പോകാനാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് ട്രോളി. അങ്ങനെ വിട്ടുകളയണം. ഈ അനാവശ്യമായി ഒരു പ്രസ്താവന കെ സുരേന്ദ്രൻ ഒറ്റ പ്രസ്താവന പറഞ്ഞാൽ മതിയായിരുന്നു. സന്ദീപ് വാര്യർ പാർട്ടി വിട്ടുപോയിരിക്കുന്നു, നല്ല കാര്യം, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട പാർട്ടിയിൽ പ്രവർത്തിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്, അദ്ദേഹം പ്രവർത്തിക്കട്ടെ. അനാവശ്യമായി ചർച്ചകൾ ഉണ്ടാക്കി സന്ദീപ് വാര്യർക്ക് ഓവർ ഹൈപ്പ് ഉണ്ടാക്കി കൊടുക്കുക. സന്ദീപ് വാര്യർ ജനപ്രതിനിധി അല്ല. സന്ദീപ് വാര്യർ ചാനൽ ചർച്ചകളില്ല. സന്ദീപ് വാര്യർ RSSന്റെ പ്രവർത്തകനല്ല, ABVP-യിൽ പ്രവർത്തിച്ചിട്ടില്ല. അങ്ങനെയൊന്നും ഒരു ഈ BJP ആദർശങ്ങളിലോ RSS സംവിധാനത്തിലോ സംസ്കാരത്തിലോ വളർന്നു വന്ന ആളല്ല. അദ്ദേഹം SFI രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന ആളാണ്. ആയിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ കോൺഗ്രസ് പ്രവേശനം നടക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിന്റെ വീടിന് തൊട്ടടുത്തുണ്ട്. ഒരു ഷൂട്ടിന്റെ ആവശ്യമായിട്ട് പോയതാണ്. അപ്പൊ ആ നാട്ടുകാരൊക്കെ പറയുന്നു, അത് കൊള്ളാം, സരിൻ കാണിച്ചത് മണ്ടത്തരമാണ്, അത് കൊള്ളാം, പുള്ളി പോക്കോട്ടെ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അദ്ദേഹത്തിന് ഒറ്റപ്പാലത്ത് തന്നെ ഒരു സീറ്റ് കിട്ടുമല്ലോ. BJP നിന്ന് ഒറ്റപ്പാലത്ത് ജയിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ അമ്മ ഈ സംഘത്തിന് വേണ്ടി കൊടുത്ത വസ്തു തിരിച്ചു വാങ്ങുമോ? അത് കൊടുത്തു പോയില്ലേ, എഴുതി കൊടുത്തു പോയില്ലേ? അതൊക്കെ പോട്ടെ, അതൊക്കെ ആരോപണങ്ങളായി. ഇപ്പൊ ഒരു പ്രസ്ഥാനത്തിൽ വിശ്വസിച്ച് നിൽക്കുമ്പോൾ ഞാൻ തന്നെ എടുത്ത് പറയട്ടെ, എൻ്റെ കുടുംബമൊക്കെ ഭയങ്കര ഇടതുപക്ഷ കുടുംബമാണ്. എൻ്റെ അമ്മ പണ്ടത്തെ ഇടതുപക്ഷത്തിന്റെ അവിടുത്തെ പഞ്ചായത്തിൽ സ്ഥാനാർത്ഥിയൊക്കെ മത്സരിച്ചിരുന്ന ആളാണ്. ഞാനൊരു വളർന്ന ഒരു പക്വതയായ സമയത്ത് ഞാനൊരു യൂത്ത് കോൺഗ്രസിന്റെ ഒരു അനുകൂലമായി നിന്ന് യൂത്ത് കോൺഗ്രസിന്റെ സജീവമായ പ്രവർത്തനങ്ങളിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. എനിക്ക് തുറന്നു പറയാൻ യാതൊരു തെറ്റുമില്ല. ഞാൻ കോൺഗ്രസിന്റെ കൈപ്പത്തിച്ചിരുത്തി മത്സരിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതറിയുമ്പോൾ എൻ്റെ കുടുംബത്തെ പലരും അയ്യോ നീ എന്താ അങ്ങോട്ട് പോയെ എന്ന് ചോദിച്ചവരുണ്ട്. അത് എൻ്റെ ഇഷ്ടമാണ് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം തിരഞ്ഞെടുക്കണമെന്ന്. എൻ്റെ കുഞ്ഞുനാളിൽ എനിക്ക് പക്വതയില്ലാത്ത കാലത്ത് ഞാൻ ബാലകുളത്തിൽ പോകുന്ന തെറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി. പക്ഷെ അത് RSS നിയന്ത്രിക്കുന്ന സംവിധാനമാണ്. ഞാൻ ശാഖയിലൊക്കെ കളി കാണാൻ പോയി നിന്നിട്ടുണ്ട്. അതൊക്കെ ഒരു ക്യൂരിയോസിറ്റിയാണ്. ഇത് ഏതാണെന്ന് അടുത്തറിഞ്ഞിട്ട്, അല്ലാതെ ജനിച്ചു വീഴുമ്പോഴൊരു ചെങ്കൊടി കൈ കൊടുത്തിട്ട് മോനെ നീ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ട്രൈ കളർ കൊടി അങ്ങോട്ട് എടുത്തു കൊടുത്തിട്ട് മോനെ നീ കോൺഗ്രസ് ആയിരിക്കണം, കാവിക്കൊടി എടുത്തു കൊടുത്തിട്ട് നീ കാവി മാത്രമേ പിടിക്കാവൂ. അങ്ങനെയല്ല. ഒരു 16, 17, 18 വയസ്സാവുമ്പോൾ നമ്മുടെ ചിന്തയിൽ ഉണ്ടാവണം, ഇവന്റെ ആദർശങ്ങൾ കൊള്ളാമോ, ഇവന്റെ ആശയങ്ങൾ കൊള്ളാമോ, ഈ നേതാക്കന്മാർ കൊള്ളാമോ, ഇവിടുത്തെ അണികൾക്കൊപ്പം നിൽക്കണമോ, എന്താണ് എൻ്റെ മനസ്സ് പറയുന്നതെന്ന് ചിന്തിക്കണം. അല്ലാതെ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മകനായി പോയതുകൊണ്ട് ഞാനും കമ്മ്യൂണിസ്റ്റുകാരനാവണമെന്നോ, ഞാനൊരു കോൺഗ്രസ്സുകാരൻ്റെ മകനായി പോയതുകൊണ്ട് ഞാൻ കോൺഗ്രസ്സുകാരനാവണമെന്നോ, ഞാനൊരു BJP-കാരൻ്റെ മകനായി പോയതുകൊണ്ട് BJP-കാരനാവണമെന്നോ ഇങ്ങനെ എഴുതി വെച്ചിട്ടില്ല. പോയവർ പൊക്കോട്ടെ. ഈ പിന്നെ ഇന്നോവ വരുമെന്നും അത് CPM-ഉം ഈ പറയപ്പെടുന്ന BJP-യും ഒരുമിച്ച് അയക്കുന്നൊക്കെ സന്ദീപ് വാര്യർ പറയുന്നത് ചുമ്മാ ഹൈപ്പ് പിടിക്കാനാ. സന്ദീപ് ഈ പാർട്ടിയിൽ ഉണ്ടായിരുന്നപ്പോൾ ഇതുപോലെ CPM-ഉം BJP-യും വിട്ടിട്ടുണ്ടോ എന്നുള്ളത് സന്ദീപ് എത്ര പേർക്ക് ഈ പറയപ്പെടുന്ന ഇന്നോവ വിട്ടിട്ടുണ്ട്, എത്ര പേർക്ക് നേരെ ഇന്നോവ വിട്ടിട്ടുണ്ട് എന്നുള്ളത് സന്ദീപ് വാര്യർ പറയണം. എത്ര പേര് BJP വിട്ട് പണ്ടൊക്കെ പോയിട്ടുണ്ടല്ലേ? അപ്പോ സ്വാഭാവികമായും ഇവരെല്ലാവരെയാണ് ഞാൻ കുറ്റം പറയുന്നത്. എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത ഹൈപ്പ്? പൊക്കോട്ടെന്നേ. ഞാൻ മുന്നത്തെ ചർച്ചയെ പറഞ്ഞു, G. രതികുമാർ എന്ന് പറഞ്ഞ നേതാവിനെ പറ്റി ഞാൻ പറഞ്ഞില്ലേ, പുള്ളി അവിടെ ഞങ്ങളൊക്കെ കോൺഗ്രസിന്റെ വലിയ മുഖം, ഞാനൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന സമയത്ത് കോൺഗ്രസിന്റെ വലിയ മുഖമായിട്ട് അണ്ണ തരാന്ന് പറഞ്ഞ് നിന്നിട്ടുണ്ട്. അയാൾ CPM പോയിട്ട് ഇപ്പോൾ ഏരിയ കമ്മിറ്റി മെമ്പറായിട്ടിരിക്കുക. ഇത് ഒരു പാർട്ടി വിട്ട് വേറൊരു പാർട്ടി പോകുമ്പോൾ അല്ലെങ്കിൽ അതുപോലെ പോകണം, അധികാരങ്ങൾ മേടിച്ചു പോകണം. ലോകത്തെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ നമ്മൾ ജനിച്ചു വളരുമ്പോഴേ നമ്മളൊരു ചോരയിലൊക്കെ അലിഞ്ഞ എന്റെ പൊന്ന് തന്നെ ഞാൻ പറയട്ടെ, ഞാൻ 6ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഈ ചെങ്കര സുരേന്ദ്രനാണ് CPI സ്ഥാനാർത്ഥി. അന്ന് ചെങ്കര സുരേന്ദ്രനാണ് കൊടുക്കുന്ന സുരേഷിനെ തോപ്പിന്ന്. കൊടുക്കുന്ന സുരേഷ് ആദ്യമായിട്ട് പരാജയം പറയുമോ? അത് ഈ കൊടുക്കുന്ന സുരേഷ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര കോൺഗ്രസ്സുകാർ എന്തോ വലിയ സംഭവം. കാരണം എൻ്റെ വീട് മൊത്തം ഇടതുപക്ഷ അനുഭാവികളാണ്. ഞാൻ സഹകരിക്കുന്ന അങ്ങനെയുള്ളവരോടാണ്. ഞാൻ സ്കൂളിലൊക്കെ പോയിട്ട് ഈ കൊടുക്കുന്ന സുരേഷിന്റെ അന്ന് ഗവൺമെന്റ് സ്കൂളിലാണ് പഠിക്കുന്നത്. ഈ സാധനം കൊണ്ടുവരുമല്ലോ, ബാഡ്ജൊക്കെ കൊടുക്കും. അപ്പൊ ഞാൻ നോക്കും, ഇതൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല, ഞങ്ങൾ ചെങ്കര സുരേന്ദ്രന്റെ ഇതെടുത്ത് കുത്തും. ഇങ്ങനെ നടന്ന ഞാനാണ് പിന്നീട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടോടെ മത്സരിച്ചത്. കാരണം എനിക്ക് കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് എൻ്റെ നാട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്ത്, നാട്ടിൽ നിൽക്കേണ്ടുന്ന സാഹചര്യത്തിൽ അവിടെ കൊള്ളാവുന്ന പാർട്ടി ഏതാണ്, എനിക്ക് സഹകരിക്കാൻ പറ്റുന്ന പാർട്ടിയാണ്, എൻ്റെ ആശയങ്ങളുമായി ഒത്തുപോകുന്നോ എന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ എന്തായത് ആ പാർട്ടി തിരഞ്ഞെടുത്തത്. അത് ഞാൻ ആ ഒരു അധികാരത്തിന് വേണ്ടിയിട്ടല്ല. 5 വർഷത്തെ എൻ്റെ പ്രവർത്തനങ്ങൾക്ക് ശേഷമാണ് പാർട്ടി എന്നോട് ബ്ലോക്ക് പഞ്ചായത്ത് മത്സരിക്കാൻ പറയുന്നു. മത്സരിക്കാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു മത്സരിക്കാം.
ഈ വോട്ടവകാശമുള്ള ഏതൊരു പൗരനും മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാവില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ക്ലാസ് ലീഡറായിട്ട് സ്കൂൾ ലീഡറായിട്ടൊക്കെ മത്സരിച്ച് വന്ന ആളാണ്. അധികാരമോഹം രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഉണ്ട്. സന്ദീപ് വാര്യർ അധികാരമോഹിയാണെന്ന് പറയുന്ന എല്ലാവരോടും ചോദിച്ചു ഞാൻ പറയാം. സരിൻ അധികാരമോഹിയാണെന്ന് പറയുന്ന എല്ലാവരോടും ഞാൻ പറയാം. ആരാ പറയുന്നത്? പത്തനംതിട്ടയിൽ നമ്മുടെ വന്ന് മത്സരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് പറയുന്നത്. സരിൻ അധികാരം, എല്ലാവരും അധികാരമോഹികളാ. സിമ്പിളായിട്ട് ചോദിക്കട്ടെ, VD സതീശനോട് നാളെ ഹൈക്കമാൻഡ് പറയുക നാളെ പറവൂർ മത്സരിക്കണ്ട, നാളെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കണ്ട, ബൂത്ത് കമ്മിറ്റി പോയി പ്രവർത്തിക്കും. VD സതീശൻ പാർട്ടി വിടും. പിണറായി വിജയൻ ഞാൻ പറയുന്നത് പിണറായി വിജയൻ മേളിൽ നിന്ന് പറയാൻ ആളില്ല. അതുകൊണ്ടാണ് ഞാൻ VD സതീശൻ പോകുന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോ എല്ലാവരും തന്നെ കെ സുരേന്ദ്രനോട് നാളെ സെൻട്രൽ കമ്മിറ്റി വിളിച്ചു പറയാം, സുരേന്ദ്ര നാളെ മുതൽ നീ BJP പ്രസിഡന്റ് അല്ല, നീ ഒരു കാര്യം ചെയ്യും, അവിടെ പോയിട്ട് കോഴിക്കോട് പോയിട്ട് കോഴിത്തട്ടിലെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ആയിട്ടിരിക്കും. സുരേന്ദ്രൻ പാർട്ടി വിടില്ലേ? എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും ആദർശം പറഞ്ഞു നിൽക്കുന്ന ആളുകൾ ആരാണ്? ആരുമില്ല. അധികാരം പിടിച്ചെടുത്ത് മേളിൽ കയറിയിരിക്കുന്ന നേതാക്കന്മാരുണ്ട്. ആദർശം പറഞ്ഞു നിൽക്കുന്ന ഒരൊറ്റ പാർട്ടിക്കാരനും ഇന്നിന്റെ കേരളത്തിൽ ഉണ്ടെങ്കിൽ ആ വയ്യാതെ കിടക്കുന്ന നമ്മുടെ VS അച്യുതാനന്ദനായിരിക്കും. ഇപ്പോഴത്തെ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു. AK ആന്റണിയുടെ മകൻ പോലും BJPയിലേക്ക് പോയില്ലേ? ഈ പത്മജ വേണുഗോപാലിന് ഇന്റർവ്യൂ എടുത്തപ്പോൾ പത്മജ വേണുഗോപാൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, കെ കരുണാകരൻ ജീവിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ ഏറ്റവും വലിയ BJPക്കാരൻ കെ കരുണാകരനാകുമായിരുന്നു, പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ വക്താവായിരുന്നു കെ കരുണാകരൻ, ഞങ്ങളെ എങ്ങനെയാണ് പഠിപ്പിച്ചത് എന്ന്. എല്ലാവരും പോവും, സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ട എല്ലാവരും പോവും, ആർക്കും ആദർശമൊന്നുമില്ല. അത് സന്ദീപ് വാര്യർ ഇപ്പൊ സരിനെയൊക്കെ കുറ്റം പറയും, സാസ എന്നൊക്കെ പറഞ്ഞ് കുറ്റം പറയുന്നവരുടെ എല്ലാവരും പറയുന്ന ഒരു സാധനമാണ്. സിമ്പിളായിട്ട് ചിന്തിച്ചോ. നാളെ ഒരു പക്ഷേ പിന്നെ ഈ പറയപ്പെടുന്ന ഈ എല്ലാ നേതാക്കന്മാർക്കും ഇപ്പുറത്ത് അല്ലെങ്കിൽ പിന്നെ ഈ ഓപ്പറേഷൻ താമരയൊക്കെ എങ്ങനെയാണെന്നേ പ്രവർത്തിക്കുന്നത്? ഞങ്ങൾ പോവില്ല എന്ന് പറയുന്നവരുടെ ഓഫർ കുഞ്ഞായി പോയതുകൊണ്ടാ, അല്ലെങ്കിൽ ഇപ്പുറത്ത് അതിനനുസരിച്ച് സ്ഥാനമാനങ്ങൾ ഉള്ളതുകൊണ്ടാ. ഓക്കെ, അപ്പോൾ ഇത്ര മാത്രമേ പറയാനുള്ളൂ. ഇന്നോവയും മാഷാള്ള സ്റ്റിക്കറും ഒന്നും ഇനി കേരളത്തിൽ സംഭവിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ സന്ദീപ് വാര്യരെ പോലെയുള്ളവരുടെ വിഷയങ്ങളൊന്നും സംഭവിക്കില്ല. ഇതൊക്കെ ഇപ്പോ പിന്നെ TP കൊന്നു, TP വധം നമുക്കറിയാം. TP ആരായിരുന്നു? ഇപ്പൊ TPയോട് ഇവര് തന്നെ ഓമിക്കുക. TP നട്ടലുള്ളവനായിരുന്നു. TP വിശ്വസിച്ച, പ്രവർത്തിച്ച, നെഞ്ചോട് ചേർത്ത് പിടിച്ച ആദർശങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ആ മണ്ണിൽ നിന്നോളാം. പാർട്ടി തെറ്റിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ തിരുത്തൽവാദി അവിടെ നിന്നാളാ. അയാള് UDF പോയില്ല, അയാള് സ്വന്തമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കി, അതിന് നേതൃത്വം കൊടുത്ത ആളാ. അവിടെ അദ്ദേഹം വിശ്വസിച്ചത് CPM എന്ന് പറയുന്ന പാർട്ടിയോ അതിന്റെ നേതൃത്വത്തെ അല്ല, കമ്മ്യൂണിസം എന്ന ആശയത്തെയാണ്. ഇവിടെ അങ്ങനെയല്ലല്ലോ, നേരെ എതിർചേരിയിലേക്ക് പോവാം. അപ്പൊ സന്ദീപ് വാര്യർക്ക് അതാവാം, സരിൻ അതാകാം. കാരണം എന്താ? ഇവരുടെ ഒന്നും ബേസ് ആ പാർട്ടിയിലൂടെ അല്ല. അവരുടെ ഇഷ്ടത്തിന് വന്നവരാണ്, അവരുടെ ഇഷ്ടത്തിന് പോകട്ടെ, അങ്ങനെ വിട്ടുകളഞ്ഞേക്കുക. ഒരു സരിൻ പോയപ്പോ ഒരു സന്ദീപ് വന്നു, ഇനി ഒരു സന്ദീപ് പോകുന്നതിന് പകരം ആര് വരുമെന്ന് മാത്രം ഇവർ ചിന്തിക്കുക. ഇവര് കളിക്കുന്നത് ആരോടാ? BJPയോടാ. കാശ് കൊടുക്കേണ്ടടുത്ത് കാശ് കൊടുത്ത്, പവർ കൊടുക്കേണ്ടടുത്ത് പവർ കൊടുത്ത് ഉന്നം വെച്ചവരെയൊക്കെ എത്തിച്ച പാർട്ടിയാ. ഇനിയും വരും, ഞെട്ടാൻ കാത്തിരുന്നു. ഒരുപക്ഷെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ഇനിയും 2 ദിവസങ്ങൾ, 48 മണിക്കൂർ ബാക്കി കിടപ്പുണ്ട്. ആരാണ്, ഏത് പാർട്ടിയിൽ നിന്നാണ് ഇതിവിടെ ഫില്ലാവാൻ പോകുന്നതെന്ന് മാത്രം കണ്ടാൽ മതി.